50. സുമംഗലാമേ, സുമംഗലാമേ, സുമംഗലേ, ലീലാമ്മ വന്നു അല്ലേട്ടാ? ഈശ്വര, എന്താ നീ അവരോട് പറയാൻ പോണത്? ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതല്ലേ ഏട്ടാ. ആ വാക്ക് തെറ്റിക്കാൻ പാടുണ്ടോ? ആരെയാ നീ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പോണത്? 3 പേരിൽ ആരുടെ പേരാ നീ പറയാൻ പോണത്? ഇത്രയും കാലം ഞാൻ നിന്നോടത് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ചോദിക്കുക, ലീലാമ്മ നിനക്ക് ദാനമായിട്ട് തന്ന ആ കുഞ്ഞാരാ? പറയേ സുമംഗലേ, ആരെയാ നമുക്ക് നഷ്ടപ്പെടാൻ പോണത്? ലീലാമ്മയുടെ മുമ്പിൽ വെച്ച് നീ ആ പേര് പറയണത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ടാ ഞാൻ ചോദിക്കണത്, ആരാത്? പൊന്നുപോലെ ഇത്രയും കാലം ഞാൻ നോക്കി വളർത്തിയ മകനെയാ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇനി 2 മക്കളുടെ മേലെ സുമംഗലിക്ക് അവകാശമുള്ളൂ. എന്റെ മകനെ പോലെ ഞാൻ വളർത്തിയ ലീലാമ്മയുടെ മകനെ അവർക്ക് കൊടുക്കണം. ആ മകൻ അത് എന്റെ... ആരാ വാതിലടച്ചത്? ആരാത്? എന്തായി കാണിക്കണേ? വാതിൽ ഓർക്ക്. ആരാ ഇത്? ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കാ സുമംഗലേ. പുറത്തുനിന്ന് പൂട്ടിന്നോ? ആരുമില്ല അവിടെ. ആരെങ്കിലും വന്ന് ഈ വാതിലൊന്ന് തുറക്കാൻ. ആരാത്? ആനന്ദേ, നീ ഉണ്ടോ അവിടെ? വേണ്ട ഏട്ടാ. ഏട്ടൻ എത്ര ഉറക്ക വിളിച്ചാലും ലീല മഴകത്തുനിന്ന് തിരിച്ചു പോവാതെ ഈ വാതിൽ ഇനി തുറക്കില്ല. ഞാൻ ഈ മുറിക്ക് പുറത്തിറങ്ങാതിരിക്കാൻ, ലീലാമ്മയെ കാണാതിരിക്കാൻ എന്റെ മക്കളെ കണ്ടെത്തിയ വഴിയാ ഇത്. അവർ തന്നെയാ വാതിൽ പൂട്ടിയത്. എങ്കില് അവരെന്തോ കരുതി തന്നെയാ. ലീലാമ്മയ്ക്ക് അഴകത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. മോനെ, ജയിലിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നു അല്ലേ? 3-ാം വയസ്സില് അഴകത്തമ്മയെ ഏൽപ്പിച്ച സ്വന്തം മകനെയും കൊണ്ട് തിരിച്ചു പോവാൻ അല്ലേ? അങ്ങനെ തന്നെയല്ലേ മോനെ വേണ്ടത്? അവകാശവും പറഞ്ഞ് ഈ നാളിതുവരെ ഞാൻ വന്നിട്ടില്ലല്ലോ. ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ എനിക്കും എൻ്റെ മോൾക്കും ഒരാൺതുണ വേണം. ആൺതുണ ആവശ്യമാണെങ്കിൽ നിങ്ങളെ മോളെ പിടിച്ച് കെട്ടിക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുത്തന്നെ കെട്ട്. വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സുമംഗലാമ്മയോടാണെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കോടാ? എന്റെ അമ്മയെ ബഹുമാനിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. അതേ ബഹുമാനം അഴകത്തേക്ക് വലിഞ്ഞു കയറി വരുന്ന സ്ത്രീകൾക്ക് ഞാൻ കൊടുക്കാറില്ല. അമ്മയാ? ആ ഉറപ്പ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ നിന്റെ ഏട്ടന്മാരും എന്നെ ഇത്രയ്ക്ക് ഭയക്കില്ലായിരുന്നു. അനന്തുവിന് ആ ഉറപ്പുണ്ട്. അഴകത്തമ്മയുടെ മകൻ തന്നെ അനന്തു. അല്ലാതെ അനന്തു നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ട സ്ത്രീക്ക് പിറന്നവനല്ല.
അഴകത്തമ്മയുടെ 3 മക്കളിൽ ഒരാൾ ഈ വൃത്തികെട്ടവളുടെ മകനാണെന്ന് എനിക്കും സുമംഗലാമ്മയ്ക്കും അറിയാം. സുമംഗലാമ്മ അത് പറയുമ്പം നിങ്ങൾ കേട്ടാ മതി. മാറി നിൽക്ക. ഞാൻ വന്നത് സുമംഗലാമ്മയെ കാണാനാ. എനിക്കവരെ കാണണം. ഇല്ല, നിങ്ങള് എന്റെ അമ്മയെ കാണുന്നില്ല. ഞങ്ങളെ അതിന് സമ്മതിക്കത്തൂല്ല. അഴകത്തെ സുമംഗലാമ്മയെ കാണാൻ എനിക്ക് മക്കളുടെ സമ്മതം വേണ്ട. അഴകത്തേക്കുള്ള എന്റെ വരവ് ആ അമ്മയെ കാണാനാണെങ്കിൽ എന്റെ മകനെയും കൊണ്ടേ ലീലാമ്മ ഇവിടുന്ന് പോകും. വന്നതുപോലെ നിങ്ങൾ തിരിച്ചു പോകും, അല്ലാതെ അഴകത്തുനിന്ന് ആരെയും നിങ്ങൾ കൂടെ കൊണ്ടുപോകില്ല. അത് തീരുമാനിക്കേണ്ടതേ മോനല്ല, സുമംഗലാമ്മയാ. മോളങ്ങോട്ട് മര്യാദയുടെ ഭാഷയിൽ പറയുക. നിങ്ങൾ തിരിച്ചു പോ. നിങ്ങളായിട്ട് ഈ കുടുംബത്തിന്റെ സമാധാനം തകർക്കരുത്. ഞങ്ങൾക്ക് ഇവിടെ അമ്മയുടെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. എനിക്ക് എന്റെ മകന്റെ കൂടെ ജീവിക്കണം. ഒരമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരമ്മ കൺമുമ്പിൽ നിന്ന് പൊക്കോണോ എങ്ങോട്ടെങ്കിലും? അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? ഈ അഴകത്തെ മുറ്റത്തിട്ട് നിങ്ങളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. കാണണോന്ന്? ഇത് കണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഇത് ഉപയോഗിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോവാൻ. എന്താ ഇവിടെ എന്താ എന്റെ കയ്യില്? ഇതിൽ എന്താന്ന് കണ്ടില്ലേ? പെട്രോള്. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് ഇവരോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ. മകനെ ചോദിച്ചു വന്നിരിക്കേ. പറഞ്ഞത് മനസ്സിലാക്കി മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തല്ലി ഇറക്കേണ്ടി വരും. ഏട്ടാ, ആരോടാ എന്തൊക്കെ പറയുന്ന ഏട്ടൻ അറിയോ? ഇവരെന്റെ അമ്മയല്ല, എന്റെ മാത്രമല്ല, നിന്റെ അനന്തുവിന്റെ അമ്മയല്ല. ഇല്ലാത്ത കഥകളും പറഞ്ഞ് കുടുംബം തകർക്കാൻ വന്നിരിക്കുന്ന സ്ത്രീയാ. ഞാൻ ആരുടെ ഒന്നും നഷ്ടപ്പെടുത്താൻ വന്നതല്ല. കൂടുതൽ പ്രസംഗിക്കാതെ ഇവിടെ ഇറങ്ങി പോകാനാ പറഞ്ഞത്. അല്ലെങ്കിലേ ഇവരുടെ ആരുടെയെങ്കിലും കൈ നിങ്ങളുടെ മേൽ വീഴും. അങ്ങനെ ഒരു നാണക്കേട് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. കവിതേ, വേണ്ട മോളെ. എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ പറഞ്ഞോളാം. മോള് വെറുതെ ഇവരുടെ ശത്രുവാവണ്ട. പേടിപ്പിക്കുകയാണോ മോളെ? ഈ 3 മക്കളെ നിഷേധിച്ചാലും ഇതിലെ ഒന്നിനെ പ്രസവിച്ചത് ഞാനാ. ഈ 3 പേരിൽ ആരുടെ ഒരാളുടെ അമ്മ. എന്നെ കൈനീട്ടി അടിക്കാൻ ഈ 3 മക്കൾക്കും കഴിയില്ല. എന്നാ എനിക്കതിന് കഴിയും. കാണണോ നിങ്ങക്ക്? എന്റെ മുഖത്തടിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ചെയ്തോ മോനെ. ഞാൻ കയ്യും കെട്ടി നിന്ന് തരാം. അനന്തു, അടിച്ചിറക്കവരെ. നീ ഒരു തല്ലും അല്ലടാ? തല്ലും. എങ്കിൽ നീ തല്ല്. നീ എങ്ങാനും ഇവരുടെ ദേഹത്ത് തൊട്ടാ എന്റെ കൈ നിന്റെ മുഖത്ത് പതിയും. ചോണ തല്ലടാ. തല്ലുന്നതേ ഞാനാണെങ്കിലോ? എന്റെ നേരെ നിന്റെ കൈ ഉയരുമോ?
അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്നെ എതിർക്ക്. ഞാൻ ഇവരെ തല്ലാൻ പോവാ. അരവിന്ദേട്ടാ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീ എന്താടാ എന്നെ പേടിപ്പിക്കണോ? അടിക്കണ അവരെ. ഇവൻ എന്താ ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ. അടിക്കാൻ. അനന്തുവേട്ടൻ ഇവരെ തൊടില്ല. അനന്തുവേട്ടൻ മാത്രമല്ല, അഴകത്തെ ആരും. എന്നെ തടയാൻ നീ ആരാടി? ആരാന്ന് നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? നീ ആരാ ഇവിടുത്തെ? ഉണ്ണിമാമയുടെ മകള് എന്റെ അമ്മയുടെ ഔദാര്യത്തില് ഇവിടെ കഴിഞ്ഞുകൂടുന്ന ഒരുത്തി. അത്രയ്ക്കുള്ള സ്ഥാനേ ഉള്ളൂ നിനക്ക് ഈ വീട്ടില്. അയ്യോ അനന്തു, അങ്ങനെയൊന്നും പറയല്ലേ. ഇവള് അഴകത്തമ്മയല്ലേ. എതിർത്താൽ ആ നിമിഷം നമ്മളൊക്കെ പടിക്ക് പുറത്താ. ഒരഴകത്തമ്മ. ഇത്രയും കാലം നിന്റെ താണ്ഡവൻ ഞങ്ങൾ ഇവിടെ സഹിച്ചില്ലേ? ഇനി മതി. ഞങ്ങളുടെ കാര്യങ്ങളില് ഉണ്ണിമാമയുടെ മകൾ ഇടപെടാൻ നിൽക്കണ്ട. മതി. എന്താടി നോക്കി നിൽക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? കേറിപ്പോടി, കേറിപ്പോവാൻ. ബലമണി, നീ ഇപ്പൊ പോ. ഇവരുടെ രണ്ടുപേരുടെ കണ്ണിലെ ഇപ്പൊ ഇരുട്ട് കയറിയിരിക്കുക. ആരെയും ഒന്നിനെയും ഇപ്പൊ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആ ഇരുട്ട് മാറണോ ആനന്ദ് സർ? വെളിച്ചം വരണം. അതിനുള്ള വഴി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ അമ്മയെ വിളിക്കാൻ പോയിരിക്കുക. പോയിട്ട് വരട്ടെ. അമ്മയ്ക്ക് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ട് വേണ്ടേ അവൾ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ? എടാ, അവൾ ആ പൂട്ട് തല്ലി പൊളിക്കും. അവളെ അമ്മയുടെ അടുത്തേക്ക് വിടല്ലേ. നീ വേഗം ചെല്ല്. അല്ല, അമ്മ ആരാ മുറിയിലിട്ട് പൂട്ടിയേ? ഞാനത് ചെയ്തത്. എന്താ, ഇവരിവിടുന്ന് പോകുന്നവരെ അമ്മ ഇങ്ങോട്ട് വരാൻ പാടില്ല, അതുകൊണ്ടാ ചെയ്തത്. അതിനുവേണ്ടി തന്നെ ചെയ്തത്. എടാ അനന്തു, നമ്മുടെ അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? അമ്മയുടെ വാശിക്ക് മുന്നിൽ നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. അനന്തു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ഞാൻ പറഞ്ഞിട്ടാ. അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്ന മക്കൾ ഇങ്ങനെ തന്നെ ആ അമ്മയോട് ചെയ്യണം. എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. സുമംഗലാമ്മ എന്റെ മുമ്പിൽ വരാതെ ഞാൻ ഈ മുറ്റത്ത് നിന്ന് പോകില്ല. ഞാൻ എന്റെ മോനെ ഉപേക്ഷിച്ച് ഈ വീട് വിട്ടിറങ്ങണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് തന്ന വാക്കു പാലിക്കാൻ കഴിയില്ലെന്ന് അഴകത്തമ്മ എന്റെ മുമ്പിൽ വന്നതെന്ന് പറയണം. അവരതൊരിക്കലും ചെയ്യില്ല. വാക്കാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന സ്ത്രീയാണവർ. എനിക്ക് തന്ന വാക്ക് അവർ തെറ്റിക്കില്ല. എനിക്കെന്റെ മകനെ അവർ തിരിച്ചു തരും. എനിക്കുറപ്പത്. അമ്മേ, വാതിൽ തുറക്ക. അമ്മേ, അമ്മേ, വാതിൽ തുറക്കാൻ. അമ്മേ, അമ്മേ. ബാലമണി, എങ്ങോട്ടാ നീ ഓടിപ്പാഞ്ഞു പോകുന്നേ? അവിടെ നിൽക്ക. എടുത്ത് അങ്ങോട്ട്. എനിക്ക് അമ്മയെ തുറന്നു വിടണം. ആ, നീ നടക്കുന്ന കാര്യം വല്ലതും പറ. ഏട്ടത്തെ ആ കവിത പറയുന്നത് കേട്ട് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ തുടങ്ങിയ അമ്മ ഇപ്പൊ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവിടെ ആകെ പ്രശ്നമാവും. ഏട്ടത്തി, അരവിന്ദ്
ഏട്ടനും അനന്തേട്ടനും കൂടി ആ ലീലാമ്മ എന്തായാലും ചെയ്യും. പ്ലീസ് പറയുന്നത് കേൾക്ക്. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നീ അതിലൊന്നും ഇടപെടാൻ പോവണ്ട. ലീലാമ്മയുടെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അഴകത്ത് നിന്ന് അവർക്ക് അവരുടെ മകനെ കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് ശ്രമിച്ചാ അവര് വിവരം അറിയും. അതുകൊണ്ട് തന്നെയാ അമ്മയെ ഞങ്ങൾ ഈ മുറിയിൽ പൂട്ടിയിട്ടത്. അതുകൊണ്ട് നീ തൽക്കാലം എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കടി. ഇല്ല, എനിക്ക് പറ്റില്ല. എന്നുവെച്ചാ ഒരു പാവം സ്ത്രീയോട് ഇത്രയും വലിയ അനീതി കാണിക്കുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. കയ്യിൽ വിട്. മുറി തുറന്ന് അമ്മയെ ലീലാമ്മയുടെ മുമ്പിൽ കൊണ്ടു നിർത്താൻ എനിക്കറിയാം. ഞാൻ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാ. അതിന് ഞാൻ നിന്നെ വിടില്ലല്ലോ. നിന്നെ ഞാനേ ആ മുറിയിലിട്ട് പൂട്ടുവാ. ലീലാമ്മ പോകുന്നവരെ നീയും ഇതിനകത്ത് കിടന്നോ. വാടി ഇവിടെ. വരാൻ. എടി മൈഥിലി, നിന്റെ വയറ്റിനകത്തുള്ള കുഞ്ഞ് ചത്തു. ആ കുഞ്ഞിനെ കൊന്നത് ഞാനല്ല, ബാലാമണിയാ. ഏതായാലും നീ കുറച്ചു നേരം ഇതിനകത്ത് ഇങ്ങനെ കിടക്ക്. പുറത്തൊരു വലിയ ഭൂകമ്പം നടക്കാൻ പോവല്ലേ. അതിന്റെ അവസാനം എങ്ങനെ ആവുമെന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഈ ബോംബ് പൊട്ടിക്കും. ബാലാമണിയെ ഈ അഴകത്ത് നിന്ന് ഇറക്കി വിടാൻ ഇതിന് നല്ലൊരു കാരണം ഇനി വേറെ കിട്ടില്ലല്ലോ. അമ്മേ, എന്താ മോളെ? പുറത്തെന്തൊക്കെയോ വലിയ ബഹളം കേൾക്കുന്നല്ലോ. എന്താ അവിടെ സംഭവിച്ചത്? അമ്മേ, അനന്തവേട്ടനും അരവിന്ദേട്ടനും കൂടി ലീലാമ്മയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുക. അയ്യോ, രണ്ടാളും കൂടി അവരെ കൊല്ലുമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുക അവിടെ. എന്റെ ഗുരുവായൂരപ്പാ. അമ്മേ, അമ്മ ഒന്ന് വേഗം വരൂ. എന്തെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കൂ. വരൂ അമ്മേ, വരൂ. അയ്യോ വേണ്ട സുമംഗലേ, നീ ഇപ്പൊ അങ്ങോട്ട് പോവാൻ പാടില്ല. ദേ, ലീലാമ്മ വന്നിരിക്കുന്നത് അവരുടെ മകനെ കൊണ്ടുപോവാനാ. നീ അവരെ എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കാൻ പോണേ? അവർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ നിന്നെ കൊണ്ട് കഴിയോ? ബാലാമണി പറഞ്ഞത് വെച്ച് നോക്കിയാൽ അരവിന്ദനും അനന്തവും ഭ്രാന്തെടുത്ത് നിൽക്കുക. അവരിൽ ഒരാളെ ചൂണ്ടി നീയാണ് ലീലാമ്മയുടെ മകൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാൾ അംഗീകരിക്കണമെന്നില്ല. അമ്മേ, അമ്മ അങ്ങോട്ട് പോവാതിരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ലീലാമ്മ അമ്മയെ പ്രതീക്ഷിച്ച് നിൽക്കുക. അമ്മയെ കാണാതെയും സംസാരിക്കാതെയും അവരെവിടുന്ന് പോവില്ല. ശ്ശോ, ഇതിപ്പോ ചെകുത്താന്റെ കടലിന്റെ നടുക്ക് പെട്ടതുപോലെ ആയല്ലോ. നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. നിങ്ങൾ എല്ലാവരും ആശങ്കപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ലീലാം ഇവിടുന്ന് തിരിച്ചു പൊയ്ക്കോളും, അവരുടെ മകനെയും കൊണ്ട്. അമ്മയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. വേഗം ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്. മൈഥിലി എവിടെ? അമ്മയുടെ മുറിയിലേക്ക് മറ്റാരും പോവാതെ നോക്കണമെന്ന് ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ടാ കഴുതത് കേട്ടില്ലേ? എന്റെ അരവിന്ദേട്ടാ, ഏട്ടത്തി അവളെ തടഞ്ഞിട്ടുണ്ടാവും. അവൾ എന്തെങ്കിലും പറഞ്ഞ് ഏട്ടത്തിയെ ഭീഷണിപ്പെടുത്തി കാണും. അതുകൊണ്ടായിരിക്കും ഏട്ടത്തി നിങ്ങളുടെ റൂമിലേക്ക് പോയത്. ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോ അവൾ റൂമിൽ പോയിരിക്കണം. നീ പോയി അവളെ വിളിച്ചോണ്ടോ? എന്റെ അരവിന്ദേട്ടാ, ഏട്ടത്തിയുടെ കാര്യം വിട്. ആദ്യം ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. അഴകത്തമ്മ ഒരു മകനെ ദാനം തരുമെന്ന് പ്രതീക്ഷിച്ചുള്ള ഇരിപ്പാണിതെങ്കിലേ ദേ അത് വേണ്ട. അതെ, നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, അമ്മ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങളുടെ വിധം മാറും. നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്നത് അങ്ങേയറ്റ ചീപ്പനസാ. ദേ, ഇവരുടെ വരവിന്റെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇവര് നമ്മുടെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ നമ്മൾ ഇവരോട് ഈ രീതിയിലല്ല പെരുമാറേണ്ടത്. ഇയാൾ ഇതിന്റെ അകത്ത് ഇടപെടാൻ നിൽക്കണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അനന്തു, എത്രയും വേഗം ഇവരെ പിടിച്ചു വലിച്ച് ആ ഗേറ്റിന് പുറത്തു കൊണ്ടുപോയി കളാ. എന്താ ഇവര് പട്ടിയോ പൂച്ച മറ്റാണോ? ഒരു മനുഷ്യ സ്ത്രീയല്ലേ? നിർത്തട. ദേ, മര്യാദയുടെ ഭാഷയിൽ ഒരിക്കൽ കൂടി പറയാ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന നിങ്ങൾക്ക് നല്ലത്.
അഴകത്തമ്മ തന്ന വാക്ക് വിശ്വസിച്ച് വന്നവളാ ഞാൻ. അഴകത്തമ്മ പറയാതെ ഞാൻ പോവില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ലോ. വാ, എനിക്ക് എണീറ്റ് വരാനല്ലേ പറഞ്ഞത്? അനന്തോ, എന്താടാ നീ കാണിച്ചത്? ആരെയാ നീ പിടിച്ചു വലിച്ച് ഗേറ്റിന് പുറത്ത് കളയാൻ നോക്കിയത്? അങ്ങനെ നിനക്കും നിന്റെ ഏട്ടനും കൂടി നിസാരമായി ഒഴിവാക്കി വിടാൻ പറ്റുന്ന ബന്ധമല്ല ഇവർ കഴകത്ത് വീടുമായിട്ടുള്ളത്.